സർ, ഭാവനയെ മറ്റൊരു സംഘം പിന്തുടരുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മുന്നേ അവളെ അവർ പിടിച്ചുകൊണ്ടുപോയി. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ മറ്റാരും കണ്ടില്ലല്ലോ? ഇല്ല സർ. നിങ്ങൾ പോ, വണ്ടിയുടെ നമ്പർ മാറ്റിക്കോ. ശരി സർ. ആ വാ. അപ്പോൾ ഭാവനയ്ക്ക് പിന്നാലെ മറ്റാരും ഉണ്ടായിരുന്നു. ഇനി ആ ഡോക്ടർ ശ്രീറാമായിരിക്കോ? അജയനോട് ഈ വിവരം പറയണ്ട. തൽക്കാലം ഞാൻ തന്നെ ഭാവനയെ തട്ടിക്കൊണ്ടു പോയെന്ന് അവൻ വിശ്വസിക്കട്ടെ. അവനെ എനിക്ക് ആവശ്യമുള്ളത്. വണ്ടിയെടുക്കുക. ആ അജയനെയും ഭാര്യയും സംശയം ഉണ്ടെങ്കിൽ അവരുടെ പേര് കൂടി ഈ കംപ്ലൈന്റ് പറയണ്ടേ സൂര്യ? അതിന്റെ സംശയം മാത്രമാണ് സർ. അവരിതുവരെ പുറത്തു പോയിട്ടില്ല. കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർക്ക് ഇപ്പൊ പുറത്തു വേണ്ട കാര്യമില്ലല്ലോ സൂര്യ. മൊബൈൽ ഫോണല്ലേ കയ്യിരിക്കുന്നു. നിങ്ങളെ ഇത്രത്തോളം ദ്രോഹിച്ച അജയനെയും ഭാര്യയും വീണ്ടും ആ വീട്ടിലേക്ക് കയറ്റിയത് തന്നെ വലിയ തെറ്റല്ലേ സൂര്യ? എന്തേനൊക്കെ സർ, എന്റെ അമ്മയാ വീണ്ടും അയാൾക്ക് അഭയം കൊടുത്തത്. മാനസിക കരുതി എനിക്കോ അച്ഛനോ ഒന്നും ചെയ്യാനും കഴിഞ്ഞില്ല. സർ, എന്റെയും ബലമായ സംശയം ആ അജയനെയും ഭാര്യയും തന്നെയാണ് സർ. അവർക്ക് ഇത്രയും ക്രൂരമായി ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. സൈബർ സെല്ലിന്ന. ഹലോ, എന്തായി? ഓക്കെ, താങ്ക് യു. സൂര്യ, ഭാവനയുടെ വീട്ടിൽ നിന്നും 100 മീറ്റർ മാറിയാണ് ഭാവനയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഭാവന ഒറ്റയ്ക്കാണ് വരുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ആ ഭാഗത്ത് വെച്ച് തന്നെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത്. സൂര്യ ഒപ്പം വരാതെ ഭാവന ഒറ്റയ്ക്കാണ് വരുന്നതെന്ന് തട്ടിക്കൊണ്ടുപോയവർ എങ്ങനെയാണ്? അപ്പോ ഉറപ്പായിട്ടും മറ്റാരും അവർക്ക് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് സാർ. ഭാവന ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നതെന്ന് ഒരാൾക്ക് പുറത്തു നിന്ന് കണ്ടാലും മനസ്സിലാവുന്നതാണല്ലോ സർ. അതെ, അങ്ങനെ സംഭവിക്കാം. ഇവിടിപ്പോ സംശയിക്കാനാണെങ്കിൽ അജയനെ സംശയിക്കാം, അല്ലാതെ മറ്റാരെയും സംശയിക്കാൻ പറ്റില്ലല്ലോ. ഏതായാലും ഭാവനയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയ സ്ഥലം വരെ നമുക്കൊന്ന് പോകണം. ആ ഭാഗത്ത് എവിടെയെങ്കിലും CCTV ക്യാമറ ഉണ്ടെങ്കിൽ എന്തെങ്കിലും തുമ്പ് കിട്ടാതിരിക്കില്ല. എന്നാ സൂര്യ വാ.